ഹായ് ഓൾ, ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കുനാഫ ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാം, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ പിസ്തൻ്റെ ആ ഒരു പിസ്ത ബട്ടർ കൂടി നമ്മൾ എങ്ങനെ ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റിന് നമുക്കിവിടെ പിസ്ത ബട്ടറാണ് ചെയ്തെടുക്കേണ്ടത്. പിസ്ത ബട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്ത വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ നമുക്കിപ്പോൾ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടണമെന്നില്ല. അപ്പോൾ ഞാനിവിടെ ഹോം മെയ്ഡായിട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് 1 കപ്പ് പിസ്ത എടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞിട്ട് നമ്മളിതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നോർമൽ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ, കരിഞ്ഞു പോകാൻ തീരെ പാടില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഇതിനെ പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്ത് ഏകദേശം ആവുന്ന സമയത്ത് ഇതിൻ്റെ സ്മെല്ല് ചെറുതായിട്ടൊന്ന് ചേഞ്ച് വരും. ആ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി വെക്കുക. ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളിത് പൊടിച്ചെടുക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്പി ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചൂടാറിയതിൻ്റെ ശേഷം ഞാനിതിനൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ 1 കപ്പ് പിസ്തയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഇത് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഒരു പ്രാവശ്യമാണ് ഇപ്പോൾ ഇത് പൊടിച്ചിട്ടുള്ളത്. നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ 2-3 പ്രാവശ്യം ഏകദേശം ഒരു കുറച്ച് ടൈം പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും മിക്സിയിലിട്ടിട്ട് വീണ്ടും ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തന്നെ നമ്മൾ ഒന്നിച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ നിന്നും ഓയിൽ ഫോം ചെയ്തിട്ട് ഒരു തിക്ക് പേസ്റ്റ് ആയിട്ട് വരും കേട്ടോ. നമ്മളിതിൽ ഓയിലൊന്നും അപ്ലൈ ചെയ്യണില്ല, ഒന്നും ചെയ്യാതെ തന്നെയാണ് നമ്മളിപ്പോൾ ഇതിൽ ഓയിൽ ആക്കി എടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് മിക്സിയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഓയിൽ ഫോം ചെയ്യും. എന്നിട്ട് അതൊരു പേസ്റ്റ് രൂപത്തിലാവും. ഇപ്പോൾ ഞാൻ 2 പ്രാവശ്യം ആക്കിയപ്പോൾ തന്നെ ചെറുതായിട്ട് ഓയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഏകദേശം ഒരു 5 പ്രാവശ്യം ആക്കിയപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ആ ഒരു പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഐസിങ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഐസിങ് ഷുഗർ 3 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഞങ്ങൾക്ക് മധുരം തീരെ വേണ്ടാന്നുണ്ടെങ്കിൽ, കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഐസിങ് ഷുഗറിൻ്റെ അളവൊന്ന് കുറച്ചിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. എന്നിട്ട് വീണ്ടും മിക്സിയിൽ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്താൽ ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ഈ ഒരു തിക്നെസ് മതി. ഇനി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ലൂസായിട്ട് കിട്ടും. ഇപ്പോൾ ഏകദേശം ഇത്ര മതി കേട്ടോ. കൂടുതലായിട്ട് നമ്മൾ ലൂസായി കഴിഞ്ഞാൽ ചോക്ലേറ്റിൽ അങ്ങനെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് ഇതിൽ ചോക്ലേറ്റിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങിനായിട്ട് തന്നെ എന്താ പറയുക, കുനാഫ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ബട്ടർ എടുത്താൽ മതി. അത്യാവശ്യം ബട്ടർ ഉണ്ടായിക്കോട്ടെ, എന്നാൽ അത്രയും ക്രിസ്പി ആയിട്ടുണ്ടായി നമുക്ക് ഈ ഒരു കുനാഫിനെ കിട്ടും. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുനാഫ ചേർത്ത് കൊടുക്കാം. കുനാഫ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1 കപ്പ് കുനാഫയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ചോക്ലേറ്റിലേക്കുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്, 2 ബാറിലേക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ബാറിലേക്ക് മതി എന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് കുനാഫ എടുത്താൽ മതി. അതുപോലെ തന്നെ 1/2 കപ്പിന് പിസ്ത എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്യരുത്, കുറച്ച് ലോ ആയിട്ട് തന്നെ റോസ്റ്റ് ചെയ്യുക. കാരണം അടി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറാവണ വരെ ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കണം. അതൊരു നല്ല ക്രിസ്പി ആയിട്ട് വരും ഈ ഒരു സമയത്ത് കേട്ടോ. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ട്. അപ്പം കൂടുതൽ ക്രിസ്പി ആവണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ഇങ്ങനെ ബട്ടറിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇത്രയും മതി. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് പിന്നെ ചൂടാറിയതിൻ്റെ ശേഷം വേണം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പിസ്ത ബട്ടറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാനായിട്ടോ. അപ്പോൾ ഞാനിവിടെ പിസ്ത ബട്ടർ ഇപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ മുകളിലേക്ക് ഉണ്ടായിരുന്നു പേസ്റ്റ് ആക്കിയതിൻ്റെ ശേഷം. ഇനി നമുക്ക് ഇതിലേക്ക് കുനാഫ റോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒന്നിച്ചിട്ട് ഇട്ട് കൊടുക്കണില്ല, കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കണുള്ളൂ. അപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ ഉണ്ടായിക്കോട്ടെ കേട്ടോ. ലൂസായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോക്ലേറ്റിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ അത് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എടുത്തിട്ടുള്ള മോൾഡിനനുസരിച്ചിട്ടാണ്.
അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഏകദേശം കുറച്ച് ഭാഗം കുനാഫ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ വീണ്ടും കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു കപ്പ് കുനാഫയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു 1/4 ഭാഗം ഈ ഒരു പേസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം കേട്ടോ. അപ്പോൾ മധുരം കൂടുതലായി പോവും. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ഐസിങ് ഷുഗർ ചേർക്കുന്നതിൻ്റെ അളവ് കുറച്ച് കൊടുക്കുക. എന്നിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോൾഡിൽ നിന്ന് ഒഴിച്ച് കൊടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന മോൾഡിനനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. ഇനി ഞാൻ കുറച്ചുകൂടി ഈ ഒരു കുനാഫ ഇട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ടിട്ടില്ല, 1/4 ഭാഗം ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. ഒരു കപ്പിൻ്റെ 1/4 ഭാഗം, അതായത് 1/4 കപ്പ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ട് ആ ഒരു ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം, മധുരമൊക്കെ ബാലൻസ് ആണോ എന്നുള്ളതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം ഇതിനെ മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു കുനാഫിൻ്റെ മിക്സ് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഒരു ഫ്ലേവർ, ഈ ഒരു പിസ്തൻ്റെ ഫ്ലേവറെല്ലാം വന്നിട്ട് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ചോക്ലേറ്റിലും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതിനി മാറ്റി വെക്കാം. ഈ ഒരു തിക്നെസ് മതി. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബാക്കിയുള്ള കുനാഫ കൂടി ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇപ്പോൾ ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ ഞാനിതെടുത്ത് മാറ്റി വെക്കുകയാണ്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് എന്ന് വെച്ചാൽ മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഡാർക്ക് കോമ്പൗണ്ട് എടുക്കരുത്, മിൽക്ക് കോമ്പൗണ്ടാണ് എടുക്കേണ്ടത്. ഇതിപ്പം വാനൂഡിൻ്റെ ചോക്ലേറ്റ് ഒക്കെ ആണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. ഞാനിവിടെ മെല്ലോൻ്റെ ചോക്ലേറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ആ ചൂട് തട്ടിയിട്ട് മെൽറ്റായി വരും. അപ്പോൾ ഇത് ഏകദേശം ഒരു എന്താ പറയുക 200 ഗ്രാം ചോക്ലേറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും ആവശ്യമില്ല കേട്ടോ ഒരു ബാറിൽ കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു 200 എടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് എന്താ പറയുക, തിക്നെസ് കുറയാൻ പാടില്ല ചോക്ലേറ്റിൻ്റെ കേട്ടോ. ഞാനിനി ഇത് മെൽറ്റ് ചെയ്തത് നന്നായിട്ട് ലൂസാക്കി കട്ടെല്ലാം മാറ്റിയതിൻ്റെ ശേഷം സിലിക്കണിൻ്റെ മോൾഡിൽ ഒഴിച്ചിട്ട് ഇതിനൊന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പം ഈ ഒരു മോൾഡ് ആമസോണിലും അതുപോലെ ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ കേക്കിൻ്റെ ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ. പിന്നെ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഹൈറ്റിലുള്ള, അതായത് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കണം മോൾഡ് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കുക. അപ്പോൾ അതൊന്നുകൂടി നമുക്ക് ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളതിന് അധികം ഹൈറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ഫില്ലിംഗ് ഒരുപാട് കൊടുക്കാനും കഴിയില്ല. അതുപോലെ ഒരുപാട് ലൂസായിട്ടുള്ള ഫില്ലിംഗ് കൊടുക്കാനും കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുമ്പോൾ ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോൾഡിൽ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാ ഭാഗത്തും അത്യാവശ്യം തിക്നെസ് വരുന്ന രീതിയിൽ കൂടുതലായിട്ട് തന്നെ ആദ്യം കൊടുക്കുക. എന്നിട്ട് കൂടുതലായിട്ടുള്ള ചോക്ലേറ്റിനെ ഇതുപോലെ നമ്മൾ കമിഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബൗളിലേക്ക് തന്നെ ആക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിനെ സൈഡിലേക്ക് പോയതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കുക. ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ തന്നെ നന്നായിട്ട് സെറ്റായി കിട്ടും. ഇപ്പോൾ ഇത് 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിനെ നമുക്ക് ഉള്ളിലേക്കായിട്ട് ഫില്ലിങ് കൊടുക്കുകയാണ്. ഫില്ലിങ് കൊടുക്കുമ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ചോക്ലേറ്റ് എന്താണ് അത് ഹാർഡായിട്ടുണ്ടാവും, പക്ഷെ അത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഫില്ലിങ് കൊടുക്കരുത് കേട്ടോ. ഒരേ ലെവലിൽ ഫില്ലിങ് കൊടുക്കണം. ലാസ്റ്റ് സ്പാച്ചിലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ലെവൽ ചെയ്തിട്ട് കൊടുക്കണം. കാരണം ഫില്ലിങ് ഒരേ ലെവലിലല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ ചോക്ലേറ്റ് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ടോപ്പ് ഭാഗം കിട്ടൂല കേട്ടോ. ഇനി ഇതിപ്പോൾ സ്പൂൺ വെച്ചിട്ട് തന്നെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒരുപാട് ലൂസിലല്ല തിക്കിലായി കൊടുത്തതുകൊണ്ടാണ് നമുക്കിത് ഈസി ആയിട്ട് തന്നെ അതിനകത്ത് കറക്റ്റ് ഫില്ലിങ്ങിൽ കൊടുക്കാം, കറക്റ്റ് ഫിറ്റായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇത് ലൂസാവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മാക്സിമം ഈ ഒരു തിക്നെസ്സിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മളിത് പൊട്ടിക്കണ സമയത്ത് കുറച്ചിങ്ങനെ വലിഞ്ഞ് വരണം എന്നുണ്ടെങ്കിൽ കുറച്ചൊരു ലൂസായിട്ട് തന്നെ ഉള്ളിൽ വേണം കേട്ടോ. അപ്പോൾ ലൂസായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് മോൾഡ് കുറച്ച് കട്ടിയുള്ള ഹൈറ്റുള്ള മോൾഡാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യണ മോൾഡിനനുസരിച്ചിട്ട് ഇരിക്കണം ഉള്ളിലുള്ള ഫില്ലിങ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരേ ലെവലിൽ ഞാനിതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് തന്നെ അടുത്ത ചോക്ലേറ്റ് ലെയറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കണില്ല. അതായത് ഈ ഒരു കുനാഫിൻ്റെ ഫില്ലിങ് കൊടുത്തത് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടൊന്നുമില്ല.
ജസ്റ്റ് അത് ലെവൽ ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് അപ്ലൈ ചെയ്തു. എന്നിട്ട് നന്നായിട്ട് അതിനും ഒന്നുകൂടി ലെവലാക്കി കൊടുക്കുക, എല്ലാ ഭാഗത്തും ഫില്ലാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കൂടുതൽ കുറേ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം മോൾഡിൽ നിന്നൊക്കെ പുറത്തൊക്കെ പോവാൻ അതുപോലെ വൃത്തിയില്ലാത്ത രീതിയിലാവും ഇത് സെറ്റ് ആവുന്ന സമയത്ത്. അപ്പോൾ ആവശ്യത്തിന് മാത്രം ടോപ്പിൽ ചോക്ലേറ്റ് കൊടുത്തിട്ട് അതിന് എല്ലാ ഭാഗത്തും ഗ്യാപ്പൊക്കെ ഫില്ലാക്കിയിട്ട് ഇതുപോലെ ചെറിയ നൈഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്തിട്ട് നമ്മളിതിനെ ഒരേ ലെവലിലാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഡാർക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്യരുത്, മിൽക്ക് കോമ്പൗണ്ട് തന്നെ യൂസ് ചെയ്യാം. മിൽക്ക് കോമ്പൗണ്ട് ആകുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. പിന്നെ വാനോഡന് പ്രീമിയം ചോക്ലേറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, കാരണം ഇത് മോൾഡിൽ നിന്ന് മാറ്റുന്ന സമയത്ത് ആ ഗ്യാപ്പിൽ നിന്ന് കുനാഫിൻ്റെ ഒക്കെ പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മുകളിൽ ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ പുറത്ത് വന്നിട്ടുള്ളതൊക്കെ ഇതുപോലെ സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ടിഷ്യൂ വെച്ചിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ലെവലാക്കിയതിൻ്റെ ശേഷം നമ്മളിതിനെ ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഫ്രീസറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. ഇപ്പോൾ ഇതാ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് നല്ല ഹാർഡായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇനി ഇതിനെ മോൾഡിൽ നിന്നും മാറ്റണ സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുക. സൈഡൊക്കെ വേറെ എടുത്തിട്ട് ഫുള്ള് സൈഡിൽ നിന്നൊക്കെ മാറ്റിയതിൻ്റെ ശേഷം മാത്രം ഫുള്ള് ആ ഒരു കോർണറിൽ നിന്ന് ഇതുപോലെ മാറ്റിയെടുക്കുക കേട്ടോ. പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണേ. ഇതിപ്പോൾ ഹൈറ്റുള്ള മോൾഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്ര റിസ്ക് ഇല്ല കേട്ടോ മോൾഡിൽ നിന്ന് മാറ്റാൻ. ഇതിപ്പോൾ നമുക്ക് ഒരു പേടിയാണ് ഇങ്ങനെ ആ ഒരു പൊട്ടി പോവുമോ എന്നുള്ളത്. ഇത് ഈ ഒരു ഡിസൈൻ നമുക്ക് പല ഡിസൈൻസും ഇതുപോലത്തെ സിൽക്കൺ മോൾഡിൽ കിട്ടും. അപ്പോൾ നല്ലൊരു മോഡലൊക്കെ നോക്കിയിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക. ഇവിടെ ചെറുതായിട്ട് ഞാൻ എടുക്കുന്ന സമയത്ത് പൊട്ടിയിട്ടോ, അപ്പോൾ അത് ശ്രദ്ധിക്കണം മോൾഡിൽ നിന്ന് മാറ്റുന്ന സമയത്ത്. ഇപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ലുക്ക് വന്നിട്ടുള്ളത്. നല്ല ഷൈനിങ് ആയിട്ട് തന്നെ ഉണ്ട്. ഇതിൽ എന്താ പറയുക ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ഓയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് പൊട്ടിക്കണ സമയത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. ഉള്ളിൽ നല്ല ഗ്രീൻ കളറിലായിട്ട് കഴിക്കണ സമയത്ത് നല്ല ക്രഞ്ചി ആയിട്ടുണ്ടായിരിക്കും. ഉള്ളിൽ ആ ഒരു ചോക്ലേറ്റ് അല്ല കുനാഫൊക്കെ നല്ല ആ ഒരു ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും. ഞാൻ ചെറിയൊരു വേറൊരു ചോക്ലേറ്റിൻ്റെ ഷെല്ലും കൂടി. അപ്പോൾ എന്തായാലും ഈ ഇതിനകത്ത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുനാഫ ചോക്ലേറ്റ് ആണ്, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്